നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു വിധത്തിൽ മഹി അവളെ ഒന്ന് അവിശ്വസിച്ച് വന്നതായിരുന്നു. അതിനിടയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവൾക്ക് ആ ഗംഗയ്ക്ക് ഒടുക്കത്തെ ഭാഗ്യം. അവൾക്കെന്തോ കൂടോത്രവും കൊനിഷ്ഠ പരിപാടികൾ ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുവോ? അമ്മ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നേ. നമ്മൾ എന്ത് കെണി വെച്ചാലും അവസാനം അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ആ ഇങ്ങനെയായ അവളെ മുറിയിൽ ഞാൻ ആറ്റം ബോംബ് കൊണ്ടുവച്ച് പൊട്ടിക്കും. ബെസ്റ്റ്. എന്നാ നമ്മളും അക്കൂട്ടത്തിൽ ചാവില്ലേ? എന്നാലെങ്കിലും അവള് ചാവോന്നറിയാലോ. നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ഐഡിയ അല്ലേ നാത്തൂനും ചെയ്തത്? അവളെ പുറത്താക്കാൻ സ്വയം വിഷം കഴിച്ചു. എന്നിട്ടെന്താ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ സീരിയസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ. ഡോക്ടർ അങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതെന്താ? ഒരു മനുഷ്യൻ കഴിച്ചാൽ മരിക്കാത്ത അത്ര അളവ് വിഷം മാത്രം ആ കുപ്പിയിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാ ഞാൻ ശ്രേയയുടെ കയ്യിൽ കുപ്പി തന്നത്. അതിൽ നിന്നും 2 സ്പൂൺ മാത്രമല്ലേ ശ്രേയ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കള്ളക്കിളവി. അതാ ഞാൻ ആ കുപ്പിയിലുള്ള വിഷം മുഴുവൻ ഒഴിച്ചിട്ടും വയറുമൂലം നിൽക്കുന്നത്. ആന്റിയുടെ ഒരു ബുദ്ധി. എന്നാലും ക്രിട്ടിക്കലാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞങ്ങള് ശരിക്കും ഒന്ന് പേടിച്ചു പോയി. അതെ അതെ. എന്നാ നാത്തൂനകത്ത് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ആ ഗംഗ മുറിയിലേക്ക് പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. അവളവിടെ എന്തെടുക്കുകയാണെന്ന് ഞാൻ നോക്കിക്കോളാം. അതെ വരുന്നുണ്ട്. പോയിട്ട് നേരം കുറെ ആയല്ലോ. നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഞാൻ ആ മുറിയൊന്ന് വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചതാ. ശരി ശരി. മോളെ, 2 പേരുടെ ശല്യം തീരുവെന്ന് വെച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. നമ്മുടെ സമയം ശരിയല്ല അമ്മേ. ആ തള്ളക്കൊക്കെ ഒടുക്കത്തെ ബുദ്ധിയാ. പോയിസണില് മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് തന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതെ, നമ്മള് മനസ്സിൽ കാണുന്നത് നാത്തു മാനത്ത് കാണും. അതാ ആ വഴിക്ക് രക്ഷയില്ലാത്തത്. എന്നാലും ആ ഗംഗ രക്ഷപ്പെട്ടതാ കഷ്ടമായി പോയത്. മഹിയേട്ടൻ ഗംഗ ഇറക്കി വിട്ട സന്തോഷത്തില് ഞാൻ നകുലിനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. ദേവി ആന്റി മരിച്ച മഹിയേട്ടൻ ഗംഗയെ എന്നേക്കുമായി പുറത്താക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതാ നകുൽ ആന്റിയെ കൊല്ലം ഹോസ്പിറ്റലിൽ വന്നത്. അവിടെ ഗംഗ കയറി രക്ഷിക്കുമെന്നോ എല്ലാം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഞാൻ ഓർത്തില്ലമ്മേ. അത് ശരി. അപ്പൊ പിന്നെ നമ്മൾ പരാജയപ്പെട്ടതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനോ കുഴിച്ച കുഴിയില് അവനോ തന്നെ വീണെന്ന് പറയുന്നതാ ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.